കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെനിൽ മിനീഷ്യസിൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടല്ല, ചെവി കേട്ടിട്ടല്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2:7 നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം, അതാണ് യേശുക്രിസ്തു. ആദിമാതാപിതാക്കളായ ആദിമ മനുഷ്യരായ ആദാമിലൂടെയും ഹവ്വയിലൂടെയും അവർക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ് മടക്കി തന്ന് തേജസ്സുള്ളവരാക്കി മാറ്റി ദൈവത്തോടുകൂടെ പാർപ്പിക്കുവാൻ യേശുക്രിസ്തുവിനെ ലോകസ്ഥാപനത്തിന് മുമ്പ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടായി പിതാവാൻ ദൈവം കണ്ടിരുന്നു. പിതാവാൻ ദൈവത്തിൻ്റെ പ്ലാൻ നടപ്പിലാക്കുവാൻ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതെ, പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ പുത്രൻ കാലത്തികമെങ്കിൽ ഇറങ്ങി വന്നു, നമുക്കായി ക്രൂശിക്കപ്പെട്ടു. അപ്പം നമ്മുടെ പാപം സംബന്ധിച്ച്, മാനവകുലത്തിൻ്റെ പാപം സംബന്ധിച്ച് യേശു ആ പാപം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി ദൈവത്തിൻ്റെ മുമ്പാകെ അകൃത്യയാഗമായി തന്നെ അകൃത്യയാഗമാക്കി മാറ്റി. ആർക്ക് വേണ്ടി? മാനവകുലത്തിന് വേണ്ടിയിട്ട്. പലപ്പോഴും ഒരു സംശയം ഇങ്ങനെ വരാറുണ്ട്, പാപം ചെയ്ത വ്യക്തിയുടെ ദേഹി മരിക്കും, നിത്യമായി മരിക്കും. ആ മരണത്തിൻ്റെ ശിക്ഷ അത് പാതാളത്തിലാണ് അനുഭവിക്കുന്നത്. ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും. എന്നാൽ ആ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ്, അവൻ്റെ പ്രാണൻ ഭൂമിയിൽ ആർക്ക് അടിമപ്പെട്ടിരുന്നു, ആർക്ക് കീഴ്പ്പെട്ടിരുന്നു, അവിടെ മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ. പാപം ചെയ്ത ദേഹിക്ക് പാതാളത്തിൽ മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ. കർത്താവിനെ അനുസരിച്ച ജനത്തിന് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടുകൂടി, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിനോടൊപ്പം തങ്ങളുടെ പാപവും ക്രൂശിക്കപ്പെട്ടു എന്ന് ചിന്തിച്ച് ആ വിശ്വാസത്താൽ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ച് സ്നാനപ്പെട്ടു കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്ന വ്യക്തികൾക്ക് യേശുവിനോടുകൂടെ വാഴാൻ പറ്റും. അതാണ് കാൽവരി ക്രൂശിൽ സംഭവിച്ചത്. അത് വിശ്വാസത്താൽ ഈ ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും പ്രാപിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ക്രൂശിനെ നോക്കി രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഈ ക്രൂശീകരണത്തിലൂടെയാണ് പിതാവാൻ ദൈവം തൻ്റെ പുത്രനിലൂടെ ദൈവം നമ്മയൊക്കെ കണ്ടിരുന്നത്. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തെയും കർത്താവിൻ്റെ ക്രൂശീകരണത്തെയും നാം പ്രസ്താവിച്ചില്ല എങ്കിൽ ജനം എങ്ങനെ കേൾക്കും? കേൾക്കാഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സുവിശേഷം കേൾപ്പിക്കണമെന്ന് പറയുന്നത്. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ നമുക്കെതിരെ എന്തെല്ലാം പ്രവർത്തിച്ചാലും ദൈവത്തെ വെളിപ്പെടുത്തുന്നതിൽ, യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിൽ നിന്നൊരിക്കലും പിന്മാറിപ്പോകാൻ പാടില്ല. നിയമങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ദൈവത്തിൻ്റെ നിയമത്തെ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്
ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമാണ് നാം പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് യേശുക്രിസ്തു തന്നെയാണ് സുവിശേഷവും. ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നു. അത് ലോകത്തിൽ നിന്ന് കിട്ടുന്നതല്ല, ലോക മനുഷ്യരിൽ നിന്ന് കിട്ടുന്നതുമല്ല, ലോകത്തിൻ്റെ ജ്ഞാനവുമല്ല. ക്രിസ്തു വിശ്വാസത്തിലൂടെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ആത്മീയ ജ്ഞാനം ലഭ്യമാകുന്നു. ഈ ആത്മീയ ജ്ഞാനം ലഭ്യമായി കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കണം. ദൈവവചനം വായിച്ചും ധ്യാനിച്ചും ആ വചനത്തിലൂടെ ദൈവത്തിങ്കൽ നിന്ന് വെളിപ്പാടുകൾ നമ്മൾ പ്രാപിക്കണം. ആ വെളിപ്പാടാണ് ദൈവിക മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പാടുകളിലൂടെയാണ് ലഭ്യമാകുന്നത്. എഴുതപ്പെട്ട തിരുവെഴുത്തുകളിൽ നിന്ന് ഉള്ള വെളിപ്പാടുകൾ, ആ വെളിപ്പാടുകൾ ദൈവമക്കൾ പ്രാപിച്ചിരിക്കണം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷകർ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണം. ആത്മീയർക്ക് മാത്രമേ ആത്മീയമായ കാര്യങ്ങൾ കൃപയാൽ, പരിശുദ്ധാത്മാവിനാൽ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ആത്മീയരല്ലാത്തവർക്ക് ആത്മമണ്ഡലത്തിലെ യാതൊരു കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കർത്താവിൽ വസിച്ചിരുന്ന ആത്മാവ് യഹോവയുടെ ആത്മാവായിരുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെ ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോഭക്തിയിലായിരുന്നു. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആത്മാവിലൂടെ മാത്രമേ നമുക്ക് വെളിപ്പാടുകൾ ലഭ്യമാകുന്നുള്ളൂ. അങ്ങനെ വെളിപ്പാട് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും അവരുടെ സന്തോഷം കർത്താവിൽ തന്നെയായിരിക്കും. യേശുവിനെ കുറിച്ച് തന്നെ പറയുന്നത് അവൻ്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. നമ്മുടെ സന്തോഷവും ആനന്ദവും പ്രമോദവും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ് അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ പ്രമോദം ഉണ്ടാകുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ എപ്പോഴും ക്രിസ്തുവിൽ സന്തോഷിക്കുന്നതായിരിക്കും. അല്ലാതെ ഈ ഭൗമിക നന്മകൾ കൊണ്ടോ ഭൗമ്യമായ പല നേട്ടങ്ങൾ കൊണ്ടും ആത്മാവിന് സന്തോഷം ഉണ്ടാകത്തില്ല. ശരീരത്തിനും മനസ്സിനെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയും. യഹോഭക്തൻ്റെ പ്രമോദം യഹോഭക്തിയിലാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റുവെന്ന് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ജലസ്നാനത്തിലൂടെ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന വിശ്വാസത്താൽ ക്രൂശിക്കപ്പെട്ട് ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ സൃഷ്ടിയായിത്തീരുന്ന ഒരു വ്യക്തിയെ മാത്രമേ കർത്താവിൻ്റെ മുൻനിർണയത്തിൽ, പിതാവാൻ ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ യേശുക്രിസ്തുവിലൂടെ അവനെ തേജസ് അണിയിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യന് രക്ഷ മാത്രം പോരാ, അവൻ പുതിയ മനുഷ്യനായിത്തീരണം, പുതിയ സൃഷ്ടിയായിത്തീരണം, ദിവ്യ സ്വഭാവത്തിന് അനുരൂപമായി മാറണം, അവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകണം, ദൈവത്തെ അനുസരിക്കണം, ദൈവീയ നിയമങ്ങൾ പാലിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ക്രിസ്തുവിനെ ഉയർത്തണം. അപ്പോൾ അങ്ങനെ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി കർത്താവിൻ്റെ വരവെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ഒരു രൂപാന്തരം പ്രാപിക്കും. ആ രൂപാന്തരം പ്രാപിക്കുമ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ, പാപം ചെയ്ത് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ തേജസ് അവനെ തിരികെ
ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ തേജസ്സിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുവാനാണ് കർത്താവായ യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പലവട്ടം ശിഷ്യന്മാരോട് താൻ ക്രൂശിക്കപ്പെടുമെന്നും മരിച്ചടക്കപ്പെടും, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും, തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതൊക്കെ സംഭവിക്കുമെന്ന് കർത്താവ് ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് ചേർന്ന് പെസഹ ആചരിച്ചു. ആ പെസഹ ആചരിച്ചു കഴിഞ്ഞതിന് ശേഷം കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞു. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്ന കർത്താവിൻ്റെ ശരീരം മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് നാം മരിക്കേണ്ടതിന് പകരം യേശു ക്രിസ്തു, പാപത്തിൻ്റെ ശിക്ഷ മരണമാണല്ലോ, അവിടെ നാം മരിക്കേണ്ടതിന് പകരം കർത്താവ് ക്രൂശിക്കപ്പെടുമെന്ന് ഒന്നും, അത് കർത്താവിൻ്റെ ഈ ശരീരം ഈ അപ്പം നുറുക്കിയതുപോലെ യേശു കർത്താവ് ഈ അപ്പം നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ നുറുക്കപ്പെടുമെന്നും കർത്താവ് ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചു. കർത്താവിൻ്റെ രക്തം, ആ രക്തമാണ് പാപമോചനത്തിന്. യേശു കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തി. പാപമോചനത്തിനുള്ള ഏക വഴി അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ യേശു കർത്താവ് തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റു, തിരുവെഴുത്തുകളും പ്രകാരം സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ ഓർമ്മയ്ക്കായി ഇത് ചെയ്തേയില്ല. അവർ മറന്നതാണോ അതോ അവഗണിച്ചതാണോ, അവരുടെ ശുശ്രൂഷയുടെ തിരക്ക് നിമിത്തം അത് ഒഴിവായിപ്പോയതാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ പൗലോസ്ലീഹ താൻ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയ്ക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കുക ചെയ്തത്. കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി, കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഓർമ്മയ്ക്കായി കർത്തൃമേശ അത് നടത്തേണ്ടതിന് അദ്ദേഹത്തിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. വാസ്തവത്തിൽ ഈ പൗലോസ്ലീഹ യേശുവിൻ്റെ ശിഷ്യന്മാരോടുകൂടെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിനോടുകൂടെ യേശുവിൻ്റെ ശിഷ്യന്മാരോടുകൂടെ പൗലോസ്ലീഹ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കർത്തൃമേശ കർത്താവ് കൊടുക്കുന്നത് കണ്ടില്ല. എന്നാൽ ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭ്യമായത്? അദ്ദേഹത്തിന് കിട്ടിയത് വെളിപ്പാടാണ്, ദൈവം കൊടുത്ത വെളിപ്പാടാണ്. ക്രിസ്തു യേശുവിൻ്റെ ക്രൂശീകരണത്തെ നമ്മളത് അനുദിനം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. തൻ്റെ ഏകജാതനായ പുത്രനെ അവിടെ നമുക്ക് വേണ്ടി അകൃത്യയാഗമാക്കി മാറ്റി, പാപയാഗമാക്കി മാറ്റി നമ്മെ വീണ്ടെടുപ്പാൻ മനസ്സായ പിതാവാം ദൈവത്തിനും നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവും രാജാതി രാജാവായ യേശു ക്രിസ്തുവിനും നാം നന്ദി കരേറ്റുകയും ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ഈ ഭാഗ്യപദവിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ദൈവം കാണിച്ച കൃപ, ദൈവത്തിൻ്റെ മഹാകൃപ, അത് ദൈവത്തിൻ്റെ മുൻ നിർണയത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല. അപ്പോൾ ഈ സുവാർത്ത നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ, ദൈവകൃപയാൽ അനേകർ രക്ഷയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അനേകർ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നുണ്ടെങ്കിൽ, ബൈബിൾ ഇവിടെ പറയുന്നത് എന്താ?
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടല്ല, ചെവി കേട്ടിട്ടല്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിൻ്റെ അനാദി നിർണയത്തിലുള്ള ജ്ഞാനമാണല്ലോ യേശു ക്രിസ്തു. അപ്പോൾ ഈ യേശു ക്രിസ്തുവിനെ സുവിശേഷിക്കുന്നതിലൂടെ ദൈവം ആരൊക്കെയാണോ കണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആ അനാദി നിർണയ ആ ലിസ്റ്റിൽപ്പെട്ട ജനം യേശുക്രിസ്തുവിലൂടെ പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ ദൈവം കണ്ടിരിക്കുന്ന ജനത്തെ നമുക്കാരെന്നൊന്നും അറിയില്ല. ആ ജനത്തെ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടെത്തിക്കുന്ന ഡ്യൂട്ടിയാണ് സുവിശേഷത്തിലൂടെ നടക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ അത് നിറവേറി, ക്രൂശിൽ അത് നിറവേറി. ആ നിറവേറിയ ആ വലിയ മർമ്മത്തെ വെളിപ്പെടുത്തുന്ന ജോലിയാണ് ദൈവമക്കൾക്കുള്ളത്, ദൈവജനത്തിനുള്ളത്. ഇതിൽ നമ്മൾ വ്യത്യാസം വരുത്തിയാൽ, നമ്മൾ ആ ഡ്യൂട്ടി ചെയ്തില്ല എങ്കിൽ പിതാവിൻ്റെ ആ അനാദി നിർണയത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു അവരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവോളം യേശുവിൻ്റെ വരവിന് താമസമുണ്ടാകും. അതിന് ഉത്തരവാദി നമ്മളാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവിന് തടസ്സമായി നിൽക്കുന്ന കാരണം സുവിശേഷത്തെ വെളിപ്പെടുത്താതിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും എന്തും സഹിച്ചുകൊണ്ട് കർത്താവിനായി ഓടുവാൻ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ നിറവേറിയതുപോലെ നമുക്കും ഈ കർത്താവിനെ, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവാത്മാവിനാൽ ഓടുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടല്ല, ചെവി കേട്ടിട്ടല്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമ്മിലൂടെ ആരൊക്കെയോ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരേണ്ടതുണ്ട്. അതാരും നമുക്കറിയത്തില്ല. നമുക്കത് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. നാം പ്രവർത്തിക്കുമെങ്കിൽ നമുക്കത് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രതിഫലമെല്ലാം സ്വർഗത്തിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അനുഭവിക്കാനും കഴിയും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവാത്മാവിനാൽ യേശുവെ വെളിപ്പാടുകൾ പ്രാപിച്ചു, ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിച്ച് കർത്താവിൻ്റെ കാഴ്ചയോടുകളെ പിന്തുടരുവാൻ പിതാവിൻ്റെ ഇഷ്ടം പുത്രനായ കർത്താവ് നിർവഹിച്ചതുപോലെ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം യേശുവെ അങ്ങയുടെ ജനം നിറവേറേണ്ടതിന് ആഴമേറിയ വെളിപ്പാടുകളും ദർശനങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.